പ്രണയത്തിൽ 3 കമ്പോണൻസ് ഉണ്ടെന്നാണ് സൈക്കോളജിസ്റ്റ് റോബർട്ട് സ്റ്റെർബർഗ് പറയുന്നത്. ഒന്നാമത്തത് ഇൻറ്റിമസി. രണ്ടുപേരും തമ്മിലുള്ള ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ബോണ്ടിങ്ങിനെയാണ് ഇൻറ്റിമസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റിമസി ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പേടിക്കേണ്ട അല്ലെങ്കിൽ ആൻഷ്യസ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ് പാഷൻ. രണ്ടുപേരും തമ്മിലുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് അട്രാക്ഷനെയാണ് പാഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാഷൻ അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഫിസിയോളജിക്കൽ എറോസൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫിസിക്കൽ സെൻസേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കമ്പോണൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ ഡിസിഷനാണ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാകുന്നത്. ഇനി എല്ലാ റിലേഷൻഷിപ്പിലും ഈ 3 കമ്പോണൻസും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസിയും പാഷനും ഉണ്ടാവും. എന്നാൽ ആ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷനോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസിയും പാഷനും ഉണ്ട്, എന്നാൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ അതിനെ റൊമാൻറ്റിക് ലവ് എന്നാണ് വിളിക്കുന്നത്. ഇനി ചില റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കും, എന്നാൽ പാഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിയുമ്പോഴേക്കും പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു റൊമാൻസും സെക്ഷൽ ഡിസൈറൊക്കെ ഒരുപക്ഷെ കുറഞ്ഞ് ഇല്ലാതായേക്കാം. എങ്കിലും അവർ തമ്മിൽ ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ കമ്പാഷനേറ്റ് ലവ് അതല്ലെങ്കിൽ കമ്പാനിയനേറ്റ് ലവ് എന്നാണ് വിളിക്കുന്നത്. ചില റിലേഷൻഷിപ്പിൽ പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കാം, എന്നാൽ ഇൻറ്റിമസി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് പെട്ടെന്ന് പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിച്ചു, 2 ആഴ്ചയ്ക്കുള്ളിൽ എൻഗേജ്മെൻറ്റ് നടത്തി, 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തി എന്നൊക്കെയാണെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ കണക്ഷനോ പരസ്പരം ഒരു ബോണ്ടിങ്ങോ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നില്ല. എന്നാലും അവർ തമ്മിൽ സെക്ഷൽ അട്രാക്ഷനും ഉണ്ടാവാം, കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, എന്നാൽ ഇൻറ്റിമസി ഇല്ലെങ്കിൽ നിങ്ങളുടേത് ഒരു ഫാച്ച്വസ് ലവ് ആണ്. ഈ 3 കമ്പോണൻസും ഒരുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ കൺസ്യൂമേറ്റ് ലവ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റെർബർഗിൻ്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് ഇതാണ് ഒരു ഐഡിയൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല, കൺസ്യൂമേറ്റ് ലവ് ഉള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണെന്ന് പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഈ 3 കമ്പോണൻസും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും.